ഹൈന്ദവ ദർശനം അനുസരിച്ച് പല രീതിയിലൊക്കെ വിവാഹം കഴിക്കാൻ പറ്റും. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നു. അവർ ബ്രഹ്മാവ്, ദൈവം, ആർഷം, പ്രജാപത്യം എന്ന രീതിയിൽ അവർക്ക് വിവാഹമുണ്ട്. ഇത് ഓരോന്നും വിശദീകരിക്കേണ്ടതില്ല. അതല്ലാത്ത രീതിയിലും മറ്റു ചില വിവാഹങ്ങളുണ്ട്. അസുര വിവാഹം, ഗന്ധർവ വിവാഹം, രാക്ഷസ വിവാഹം, പൈശാച വിവാഹം. ഇതൊക്കെ പല പല രീതിയാണ്. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഭാര്യയാക്കുന്ന രീതിയുണ്ട്. പെണ്ണിൻ്റെ അച്ഛന് പശുവിനെ ദാനം നൽകിയിട്ട് ഒരു കച്ചവടം പോലെ സ്ത്രീയെ കൊണ്ടുവരുന്ന വിവാഹമുണ്ട്. അതൊന്നുമല്ലാതെ വേദമൊക്കെ ഓതിയിട്ട് ഇന്നൊക്കെ നമ്മൾ കാണുന്ന രീതിയിൽ നിറപറൊക്കെ വെച്ച് അവരിൽ പ്രധാനപ്പെട്ട, അവരുടെ ആരാധനയിൽ പ്രധാനപ്പെട്ട അഗ്നിയെ സാക്ഷി നിർത്തിയുള്ള വിവാഹമൊക്കെ ഉണ്ട്. ക്രൈസ്തവ രീതിയിൽ കുർബാനയൊക്കെ അർപ്പിച്ച് അവരുടേതായ ആത്മീയതൊക്കെ പാലിച്ചിട്ട് വിവാഹം നടക്കാറുണ്ട്. ഇത്തരം ആത്മീക ചടങ്ങുകൾക്കൊന്നും ന്യൂജൻ വിദ്യാർത്ഥിനികൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നു. ഏത് മതത്തിലായാലും അവർക്ക് അടിച്ചു പൊളിക്കാനുള്ളൊരു ഇണയെ വേണം. അതിനപ്പുറം വിവാഹം എന്ന ബന്ധം ഒരു ബന്ധനമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ ഇത്തരം താല്പര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റിയെടുക്കേണ്ടതാണ്. കാരണം വിവാഹത്തിന് പ്രസക്തിയില്ലാത്ത വിധം നാട് ധാർമ്മികമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണങ്ങൾ ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് പറയണം. വിവാഹത്തിനൊന്നും ഒരു അർത്ഥമില്ലെന്നും ധാർമ്മികതയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ലെന്നും വ്യഭിചാരം അത്ര മോശമൊന്നുമല്ലെന്നും പഠിപ്പിക്കുന്ന പല 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 മതവിരുദ്ധരുമുണ്ട് നമ്മുടെ കേരളത്തിലും എല്ലാത്തിടത്തും. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വ്യഭിചാരം ഒരു മോശമല്ല എന്ന് തോന്നാണ്. ഇത്തരം ആളുകൾ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു അന്യനോടൊപ്പം തൽക്കാല ലൈംഗിക ആവശ്യ ശമനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ശൈലിയാണ് പൊതുവെ പാലിച്ചു വരുന്നത്. അതിൻ്റെ അനർത്ഥങ്ങൾ നിരവധിയാണ്. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നു. സ്ത്രീക്ക് പിന്നെയും പിന്നെയും ബാധ്യത വരുന്നു. കുട്ടിയെ സംരക്ഷിക്കേണ്ടതും പ്രസവിക്കേണ്ടതും അനുബന്ധമായ എല്ലാ സംഗതികളും സ്ത്രീ സ്വന്തമായി സഹിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ചിലയിടങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയും ലിവിങ് ടുഗദർ നടത്തുമ്പോൾ കരാറിൽ ഏർപ്പെടണം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അത് വിവാഹം തന്നെയായി. ലിവിങ് ടുഗദർ നടത്തുമ്പോൾ കരാറിൽ ഏർപ്പെടണം. ഈ വിവാഹത്തിന്റെ ഭർത്താവിന്റെ സ്ഥാനത്താവണം ലിവിങ് ടുഗദറിലെ പുരുഷൻ. എന്നിട്ട് അയാളുടെ സ്വത്തിൽ ഈ സ്ത്രീക്ക് കൂടെ അവകാശം വേണം. ചില പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ചില സ്റ്റേറ്റുകളിലൊക്കെ, ഏക സിവിൽ കോഡിന്റെ ഭാഗമായിട്ട്. അവരൊക്കെ ലിവിങ് ടുഗദറിനെ ഒരു വിവാഹം പോലെ പരിഗണിച്ചിട്ട് ആ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അതൊരു വിവാഹം പോലെ ആയിത്തീരുന്നു. സത്യത്തിൽ ഇവർ കൊതിക്കണത് അങ്ങനെയല്ല. ഇഷ്ടമുള്ള ആളോടൊപ്പം ഇഷ്ടമുള്ള കാലം ജീവിക്കണം. അത് കഴിഞ്ഞ് രണ്ടുപേർക്കും വേറെ ഇഷ്ടമുള്ള ആളുകളെ സ്വീകരിക്കാൻ പറ്റും. ഇതാണ് ലിവിങ് ടുഗദർ. യൂറോപ്പിലൊക്കെ അത് വല്ലാതെ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ജാരസന്താനങ്ങളുടെ വലിയ പ്രതിസന്ധിയുമുണ്ട്. മുമ്പൊരിക്കൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. 4,80,00,000 ചില്ലാനം ജാരസന്താനങ്ങളുടെ അമേരിക്കയിൽ മാത്രം. 40 കോടി ജനങ്ങൾ മാത്രമുള്ളൊരു രാജ്യമാണത്. നമ്മുടെ ഇന്ത്യയുടെ മാതിരി 150 കോടി ജനങ്ങളൊന്നുമില്ല. അവരുണ്ടാക്കുന്ന ധാർമ്മിക പ്രതിസന്ധി, അവരുണ്ടാക്കുന്ന സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധി വിശദീകരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക എന്നാണ് ബെസ്റ്റ് സെല്ലറായ ഒരു പുസ്തകമാണ്. ലണ്ടനിലെ 25%, ഏകദേശം 30% വരുന്ന അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാണെന്ന് അറിയില്ലെന്നാണ്. ആരാ വളർത്തിയ കുട്ടിനെ? ആരോഗ്യപരമായി പ്രശ്നം ഉണ്ടാവും, ആരാ സഹായിക്കാനുണ്ടാവുക? ആ കുട്ടിക്ക് വേണ്ടി ഒന്ന് ഉറക്കൊഴിക്കാൻ തൻ്റെ പ്രിയതമൻ കൂടെ വേണ്ടേ? കുട്ടിക്ക് രോഗം ഉണ്ടാകുമ്പോൾ ഒരുപോലെ ആ കുട്ടിക്ക് സംരക്ഷണം നൽകാൻ സ്വന്തമായിട്ട് ഒരാൾ വേണ്ടേ? ഇല്ല. കാര്യം ലിവിങ് ടുഗദർ. അതുകൊണ്ടാണ് ഫാമിലി ജീവിതത്തെ, കുടുംബ ജീവിതത്തെ പരിശുദ്ധ ഇസ്ലാം ധാരാളമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുർ റൂമിന്റെ 20 മുതൽ 25 വരെയുള്ള 6 വചനങ്ങളിൽ പ്രത്യേകമായ ഒരു ശൈലിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ടാണ് ഈ 6 വാക്യങ്ങളും തുടങ്ങുന്നത്. അതിൽ രണ്ടാമത്തേത് നമ്മുടെ മനോഹരമായ കുടുംബജീവിതത്തെയും നമുക്ക് നമ്മിൽ നിന്ന് തന്നെയുള്ള ഇണയെ സംവിധാനിച്ചു തന്നതുമാണ് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്താണ്. ഈ സമുദായം നിലനിൽക്കണമെങ്കിൽ പ്രസവം നടക്കണം. ഏത് ജന്തുവർഗവും അതിന് സഹായിക്കാൻ വേണ്ടി ഉത്തരവാദിത്വ ബോധമുള്ള ഒരാൾ വേണം. അയാളുടെ പേരാണ് ഭർത്താവ് എന്ന്. നമ്മുടെ ഭാഷയിലാണ് ഭർത്താവ്. അറബിയിലൊക്കെ സൗജ് എന്നാണ് പറയാ, ഇണാന്നർത്ഥം. സംസ്കൃതത്തിലെ ഭർത്താവിന് ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്നും. അതാണ് മലയാളത്തിലേക്ക് എടുത്ത 2 പദങ്ങൾ. അതൊരു അന്യത്വം നൽകുന്ന പദമാണ്, ഒരാൾക്ക് അതീശത്വം നൽകുന്ന പദമാണ്. ഇസ്ലാമിന്റെ ഭാഷ അങ്ങനല്ല. സൗജ്, സൗജത്ത്, ഇണ, തുണ. ഒരാൾ ഇണ, മറ്റേയാൾ തുണ. അപ്പൊ എപ്പോഴും താങ്ങും തണലുമായി ഇരിക്കാൻ ഒരു ഭർത്താവ് വേണം, കുടുംബജീവിതം വേണം. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു ഈ കുറെ വനിതാ സംഘടനകൾ. ഫെമിനിസ്റ്റുകളൊക്കെ അങ്ങനെയാണ്. ഫെമിനിസത്തിന്റെ 5 വകുപ്പിൽ റാഡിക്കൽ ഫെമിനിസ്റ്റുകളൊക്കെ കടന്നു പറയുന്നുണ്ട് ഈ വിഷയത്തിൽ. ഒരിക്കൽ പോലും വിവാഹം പാടില്ലെന്നും വിവാഹം കൊണ്ടാണ് കുടുംബജീവിതം നയിക്കേണ്ടി വരുന്നതെന്നും കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ സംബന്ധിച്ച് പീഡനമാണെന്നുമാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രചോദിതരായിട്ടാണ് കുറെ പെൺകുട്ടികൾ ഇനി കല്യാണം വേണ്ടാൻ തീരുമാനിക്കുന്നത്. അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പണം വേണം, അതിനാവശ്യമായ ജോലിയും കിട്ടണം, ജോലിക്ക് മാത്രം പഠിക്കണം. ഈ പഠിക്കുന്ന സമയത്തും ധർമ്മനിഷ്ഠയില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ തോന്നിവാസം കാണിച്ച് ജീവിക്കണം. പെൺകുട്ടികളിൽ മയക്കുമരുന്നിന്റെ വർധനവ് വളരെയേറെ വരുന്നുവെന്നാണ് പുതിയ പഠനങ്ങൾ. അത് വിസ്തരിക്കാൻ സമയമില്ല.
എല്ലാവരും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അவ்விധത്തിലേക്ക് ധാർമ്മികത നശിപ്പിച്ച് ജനങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിൻ്റെ പേരിലാണെങ്കിലും